ഗൈസ് നമ്മൾ ഇന്ന് കളിക്കുന്നത് AKRP-ലാണ്. AKRP-ന് EMS ആണ്. ഒരു EMS RP കളിക്കാൻ നോട്ട് കയറി. കുറച്ച് ദിവസം ഞാൻ കയറിയിട്ട് അപ്പോൾ ഇത് കളിക്കാൻ നോട്ട്. അഡ്മിൻ ഹലോ 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 അഡ്മിൻ ഹലോ അഡ്മിൻ ഹലോ അഡ്മിൻ ഒരു വണ്ടി സ്പോൺ ആക്കി തരാവോ? ചുമ്മാ ഇരുന്നാട്ടാ അവണേ. ബൈ ബൈ. ഒരു 5-8 വണ്ടി ഉണ്ട് കേസ്. എല്ലാം എനിക്ക് വിൻറ്റേജ് വണ്ടികളോട് പ്രത്യേക താല്പര്യം. എന്ത് ചെയ്യേ, അതുകൊണ്ട് ഒരു വിൻറ്റേജ് വണ്ടി കണ്ട് എടുത്ത് നോക്കിയൊന്നുമില്ല. ഉള്ള പൈസ സാധനം കണ്ട് എടുത്ത് ഞാൻ നോക്കിയാ എനിക്ക് അതിന് മുമ്പ് സിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് നോക്കാം. കുറേ പേരുണ്ട്. 2 EMS ഉണ്ടല്ലേ. നീ കൽപ്പിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ നല്ല പെൺകുട്ടിക്ക് ഇടം നൽകി. മാലാകയപ്പോൾ അവൾ പറന്നിറങ്ങി. എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു. വീടില്ല നീ കൽപ്പിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ പെൺകുട്ടിക്കും ഇടം നൽകി. മാലാകയപ്പോൾ ഈ അലോയില് നോക്ക് ഗൈസ്, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞത് നോക്കിട്ട്. വാള അലോയിലല്ലേ. നമുക്കിത് മാറ്റാലോ. മെക്കുണ്ടോ നോക്കാം. മെക്കില്ല. അല്ലാത്ത അവസ്ഥയില്ല. നമുക്ക് വല്ല ഗണ്ണ് വല്ല വാങ്ങിക്കാൻ പൈസ ഉണ്ടോ എന്നുണ്ട് കയ്യിൽ. മാലാകയപ്പോ അവൾ പറന്നിറങ്ങി. താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ച്. നമുക്ക് നാളെ എപ്പോഴേലും EMRP വീഡിയോ ഇടണോ അതോ കരിക്കിന്റെ വീഡിയോ ഇടണോ? നിങ്ങള് കമന്റ് പറയണ ഏത് സിറ്റി കളിക്കണമെന്നാണോ ആ സിറ്റിയിൽ ഞാൻ കയറി കളിക്കും. അല്ല, എനിക്ക് വൈറ്റ് ലിസ്റ്റ് ഉള്ള സിറ്റിയിൽ കേട്ടോ, അല്ലാത്ത സിറ്റിയിൽ ഞാൻ കളിക്കില്ലേ. പിന്നെ എപ്പോഴേ പറഞ്ഞേക്കാം. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഗണ്ണ് വാങ്ങിച്ചിട്ട് ഞാൻ ഒന്ന് ഇറങ്ങി കയറിയിട്ട് കേട്ടോ ഗേസ്. ചെറിയ എന്തോ പ്രശ്നം. ഞാൻ ഒന്ന് ഇറങ്ങി കയറിയിട്ട് വരാം ഗേസ്. ഞാൻ ഇത് കുറച്ച് നേരത്തേക്കാട്ടോ ഗേസ് വീഡിയോ ഇടുള്ളൂ. കുറച്ച് ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ വീഡിയോ. അത് എനിക്ക് ലേണേഴ്സിന്റെ കുറിച്ച് പഠിക്കാനുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് പഠിക്കണം. ഞാൻ അതനുസരിച്ചുള്ള വീഡിയോ ആയിട്ട് ഇടുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ അത്ര കുറച്ചോ വീഡിയോ ഇടുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. പഠിക്കാനുണ്ട് ലേണേഴ്സിന്റെ. പഠിച്ചില്ലെങ്കിൽ ബബ്ബ അടിക്കേണ്ടി വരും. ലേണേഴ്സിന് മറ്റേ ഇതെടുക്കാൻ പോകുമ്പോ ബബ്ബ അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കേണ്ടി വരും. നമ്മള്
എല്ലാവരും മര്യാദക്ക് പഠിക്കണം. പിന്നെ കുറച്ച് നേരത്തേക്ക് ആ വീഡിയോ കൊണ്ട് ഇടുള്ളൂ. നമുക്കൊരു ഡ്യൂട്ടി കിട്ടുകയാണെങ്കിൽ നമുക്കത് പോയി ചെയ്യാം. മനസ്സിലായോ? അയ്യോ, സിറ്റിസൺ വണ്ടിയിൽ EMS മറ്റേ എന്തെങ്കിലും കോൾ വന്നാൽ പോകരുതെന്നാ. നമുക്ക് ഫങ്ഷൻ വെഹിക്കിൾ എടുക്കാം. മുതലാകെ എപ്പോ അയ്യോ ഇടിക്കല്ലേ. ഇവിടെ ഇവിടെ ഹോസ്പിറ്റൽ. അയ്യോ വണ്ടി വന്നിട്ട് ഇവിടെ വരും. കുന്ന സൈഡിലേക്ക് ഒതുക്കി നിർത്താം. എൻജിൻ ഓഫ് ചെയ്ത് വണ്ടി നടണം. എങ്ങനെയുണ്ട് എൻ്റെ വണ്ടി? ഈ സിറ്റിയിൽ മാത്രമേ ഉള്ളൂ കേസ് എനിക്ക് ഇച്ചിരി ഇത്ര വണ്ടി ഉള്ള സിറ്റിയിലൊന്നും എനിക്ക് ഇത്ര വണ്ടി ഒന്നുമില്ല. ബൈക്ക് എടുക്കാല്ലേ? ബൈക്ക് എടുക്കാം. ഇവിടെ ഇതിൽ പോയാലാണ് ആൾക്കാർ വിളിക്കുന്ന സമയത്ത് തന്നെ വണ്ടിയുടെ ഇതാണ്ട്. ഇത് ഞാൻ ഒരു ഫയൽ കിട്ടിയിട്ടുണ്ട്, ഗെയിം ഫയല്. അതാണ് ഇങ്ങനെ ഇരിക്കണേ. എൻ്റെ അകത്ത് ഒരു PvP സ്കിന്നോടെ ഉണ്ട്. അതാണ്ട് പിന്നെ ഞാൻ ഈ ഗെയിം ഫയൽ ആഡ് ചെയ്തത്. നമുക്ക് മാറ്റണമെങ്കിൽ പിന്നെ എപ്പോഴേലും മാറ്റാല. ഏത് ഇതിപ്പോ എൻ്റെ അറിവിൽ ഈ സാധനം ഈ ഗെയിം ഫയൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വെച്ചിട്ടാണ്. ലേണേഴ്സിന്റെ കാര്യം പഠിക്കുമെന്ന് പറഞ്ഞോണ്ടിരിക്കുക അവിടെ നിന്ന്. അത് ഞാൻ കുറച്ചു നേരം കാണുള്ളൂ എന്ന് പറഞ്ഞ വീഡിയോ കുറച്ച് ലെങ്തേ ഉണ്ടാവുള്ളൂ. ബാക്കി സിറ്റിയിൽ നിന്ന് കുറച്ച് കൂടുതൽ ഉണ്ടാവുമല്ലോ. ഇത് അത്രയൊന്നും ഉണ്ടാവില്ല. ഒരു പണിയില്ലല്ലോ ഗൈസ്. ഒരുത്തന്മാരും ഒരു ചാവണിയില്ലല്ല. എന്താ ഇത്? ഒരുത്തന്മാരും ഒരു ചാവണിയില്ല എന്ന് പറയുമ്പോ ചത്ത EMS കുറച്ച് പണിയാണ്. കോളൊരു മഞ്ഞില്ലല്ല. ഈ സിറ്റി കയറിയാണ് 24 മണിക്കൂറും ആൾക്കാര് ചാവണ. നിങ്ങളുടെയൊക്കെ ഭാഗ്യം. നമുക്ക് പോയിട്ട് അവനൊന്ന് പൊക്കാം. അയ്യോ, വേറെ EMS പോണേക്കാളും മുമ്പ് എനിക്കകത്ത് വേണം. എനിക്കവന് വേണം. വേറെ ഒരു EMS പോകരുത് അവൻ്റെ അടുത്ത്. ഞാൻ മാത്രം. അയ്യോ, ബാക്കില്. ഹലോ, ഇവിടെ ആർക്കാണ്? ഓക്കെ. സാർ വല്ല കുഴപ്പമുണ്ടെങ്കിൽ പറയണം. എന്തുണ്ടെങ്കിലും നമ്മളത് പറയാം. മനസ്സിലായോ? എന്താണ് വയ്യായിക എന്താണ്? ഹലോ, വയ്യായിക എന്താണ്? ഹലോ ഹലോ സാർ, എന്താണ് വയ്യായിക? ആരെയും തേച്ചിട്ട് പോയോ?
ഈ പെമ്പിളേരൊക്കെ തേക്കണേ അത് സ്വാഭാവികമാണ് സാർ. നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സൂയിസൈഡ് ഒന്നും ചെയ്യരുത്. ഊമ്പിച്ചല്ലോ അവനെ, ഊമ്പിച്ചല്ലോ ഗൈസ്, ഊമ്പിച്ചതല്ലേ അത്. അയ്യോ കണ്ടോ ഗൈസ്, ഇതാണ് ചില ദിവസങ്ങളിൽ പിന്നെ കോളെന്ന് പറയാ പ്രാന്ത് കയറും. ഞാൻ മാത്രം സിറ്റിയിൽ EMS ആയിട്ട് ഉള്ളെങ്കിൽ എവിടെ നിന്നൊക്കെ കോൾ തന്നെയാണ് പഠിച്ചോനറിയാം. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോയി പൊക്കും. ചിലതൊക്കെ നമ്മൾ അവിടെ എത്തി അവനെ പൊക്കുമ്പോ ഇപ്പുറത്തെ ആള് ചത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്, ഡെഡായി കാണും. നമ്മൾ ഒരാളുള്ളെങ്കിൽ ഇങ്ങനത്തെ കുഴപ്പം പണ്ടാരം. നമ്മളപ്പ എന്ത് നമ്മളവിടെ നമുക്ക് നമുക്ക് 35 ഇതില്ലല്ലോ. നമ്മൾ ഒരാളെ പോയി പൊക്കിയിട്ടുണ്ട് അടുത്തുള്ള ടൈം. ചിലപ്പോ ഒരാൾ അങ്ങ് ദൂരത്തേക്ക്, നമ്മൾ അങ്ങേ അറ്റത്തുള്ള ഇതിലോട്ടേക്ക് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണേ. അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു സമയമാവും. തിരിച്ച് വീണ്ടും അവിടത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഇവൻ ഇവിടെ ചത്ത് ഡെഡ് ബോഡി ആയി കിടക്കണം. വണ്ടി കൊണ്ടുപോയ സാർ, ഹലോ ഹലോ, ഇത് ഇങ്ങോട്ട് ശരിയാവില്ലല്ലോ. എന്റെ വണ്ടിക്ക് എത്തിടിക്കണം. ബ്രോ ബ്രോ ഹലോ ഹലോ ബ്രോ, വണ്ടിക്കിട്ടിടിച്ചെന്തിനാ? വണ്ടിക്കിട്ടിടിച്ചതെന്തിനാ ബ്രോ? ഹലോ, EMS ആണേ ബ്രോ, ഇച്ചിരി ബഹുമാനൊക്കെ തരാം. വണ്ടി നിർത്തി സോറി പറഞ്ഞിട്ട് പോയാ അതിനകത്തുനിന്ന്. വണ്ടി നിർത്തി സോറി. ആഹാ, ഇത് കൊള്ളാലോ ഇത്. പിന്നെ ഇടിച്ചരാ ബ്രോ. ഹലോ ഹലോ, സോറി എങ്കിലും പറഞ്ഞിട്ട് പോവാം. ഇതിപ്പോ മൂന്നാമത്തെ റൗണ്ട് വണ്ടി ഇടിക്കണേ, മൂന്നാമത്തെ റൗണ്ട് വണ്ടി ഇടിക്കണേ, മൂന്നാമത്തെ റൗണ്ട്. അവിടെ ഇവനിക്കൊരു കൂസലുണ്ടോ നോക്കാം. വണ്ടി ഇത് പോണുണ്ടാവും. ഇത് ചേസ്, ഇന്ന് ഫുൾ ചേസ്. ഇവനോട് സോറി പറയപ്പെയാണ്ട് എന്റെ ഈഗോനെ ബാധിച്ച്. എന്നിട്ട് ഇന്ന് സോറി പറയപ്പെയാണ്ട് ഞാൻ ഇനി പോകില്ല. ബ്രോ അല്ല, ഒരു സോറി എങ്കിലും പറഞ്ഞിട്ട് പോവാം ബ്രോ. അപ്പൊ പിന്നെ വണ്ടിക്കിട്ട് ഇടിച്ചിട്ട് സോറി പറയാണ്ട് ഇങ്ങോട്ട് പോവാം ബ്രോ. വണ്ടിക്കിട്ട് ഇടിച്ചിട്ട് സോറി പറയാണ്ട് പോകാൻ എങ്ങോട്ടാണ് ബ്രോ? വണ്ടിക്കിട്ട് ഇടിച്ചില്ലേ? അവൻ പോയാ ബ്രോ, വണ്ടി ഒന്ന് നിർത്തണേ. എന്താ കളി? നമ്മള് നമ്മള് EMS ആണെന്ന് പറയാൻ ഇച്ചിരി ഒതുങ്ങിയേക്കണേ. അല്ലെ അവന്റെ വണ്ടിയൊക്കെ ടയറ് 4 അടിച്ച് പൊട്ടിച്ചാനല്ല. എന്താ പേര് വേണം അവന്മാർക്ക്. പാവം പയ്യൻ, എത്ര ദിവസം തന്നെ. ഓഹ്, നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തേക്കുള്ളതായി.
ഫുഡ് കഴിക്കട്ടെ കേസ്, അല്ലെങ്കിൽ തട്ടിപ്പോവും കേസ്. കേസ് വേറെ എന്താണ് കേസ്? ഞാൻ വീഡിയോ അതിന്റെ പേരോട്ടെ കേസ്. എനിക്ക് അയ്യോ വിറ്റാക്കിന്റെ ആവശ്യം എന്താ ബ്രോ? പ്രശ്നം എന്താ? ബ്രോ വണ്ടി ഓടിക്കാനും കഴിവാണ്, ചുമ്മാ ഓടിച്ചിട്ട് കാര്യമില്ല ബ്രോ. വണ്ടി ഓടിക്കാനും കഴിവാണ് കേട്ടോ. കേട്ടോ, വണ്ടി ഓടിക്കാനും കഴിവാണ്. വലിയ പ്രശ്നമല്ലോ കേസ്. കുറെ നേരമായിട്ട് തമ്മിൽ അടിച്ച് ചാവാണെങ്കിൽ നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള അവസരം. വണ്ടി കൊണ്ട് കുറെ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ എനിക്കിന്ന് പണിയുണ്ട്. നിക്കാം കേസ്. ഇവർ തമ്മി ചത്തിട്ട് എനിക്ക് പൊക്കാൻ. അവന്മാര് വണ്ടി റിപ്പയറാക്കി. ആ ബ്രോ ഇതെന്താ ചുമ്മാ വൈക്കുന്ന ആൾക്കാരെ ഇടിക്കും ഉമ്മാര്. വെറുതെ വിടാൻ പറ്റും. എന്തോ എടാ ഈ ബൈക്കിനൊക്കെ നല്ല പോണ വണ്ടിയായിരുന്നു ഇത്. ബ്രോ ഹലോ. കേക്കാമോ ബ്രോ? കേക്കാമോ ബ്രോ? കേൾക്കുന്നുണ്ടോ? ഹലോ ആ കേക്കാം പറ. കേൾക്കുന്നുണ്ടോ? ആ കേക്കാം. ബ്രോ അവർക്ക് എന്താ മുട, എന്താ അവർക്ക് ഇത്രയ്ക്ക് പിറ്റാക്കുന്നത്? ആ അതന്നെ ഞാനും ചോദിച്ചു വന്ന എന്റെ വണ്ടിക്കിട്ട് ഫിറ്റ് ചെയ്ത്. കടി ചുമ്മാ 5-6 വട്ടം പിറ്റാക്കിട്ട് പോയി. എന്റെ പോലത്തെ കുറവന്മാരാന്ന് തോന്നുന്നു. രണ്ടു വണ്ടി മറ്റേ കാറിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് പണ്ട് ഇങ്ങനത്തെ ഒരു കടി ഉണ്ടാവുക, ചുമ്മാ കാണുമ്പോനൊക്കെ പോയി ഫിറ്റ് ചെയ്യല്. ഇപ്പൊ ഒതുങ്ങിയറാണേ പണ്ടത്തെ സ്വഭാവത്തിൽ കയറിയ ഞാൻ വെറും മെനകെട്ട സ്വഭാവം എന്റെ പണ്ടത്തെ. ചുമ്മാ പോയി ബിറ്റ് ചെയ്യും. എന്നിട്ട് വായിലിരിക്കണ അവന്മാരായിട്ട് വള്ളിയും വായിലിരിക്കണ പറഞ്ഞ് ഞാൻ പാൻമേടിച്ച് ഇറങ്ങും. പണ്ടും മെനകെട്ട സ്വഭാവം. പിച്ച് ഒതുങ്ങിയറാണേ. കഷ്ടമുണ്ടല്ലോ. ഇതൊക്കെയാണ് പൈസ, വെളിയിൽ നല്ല പൈസ ഒട്ടിച്ചേർക്കാൻ വണ്ടിയാണ്. നമുക്ക് വേറെ പണിയില്ല കേസ്. ഞാൻ സിറ്റിയിൽ ഇറങ്ങിയാലോ എന്ന് ആലോചിക്കാം. സമയം എത്രേ? നമ്മള് ഇപ്പൊ സമയത്തായിരുന്നു കൂടെ 5 മണിക്ക് നമ്മള് ഡ്യൂട്ടി കയറി. 5:52 ഇറങ്ങി. കുറച്ചേരം കൂടി ഇങ്ങനെ കറങ്ങിയെടുക്കാം. എന്നിട്ട് ഇറങ്ങിയിട്ട് വീഡിയോ അതിന്റെ പേരിട്ട് ചെന്ന് DC-യില് ഇത് കാണാം. നേരത്തെ സിറ്റിയിൽ കയറി എന്നുള്ള എൻ്റെ ഇത് EMS-ല്.
വേറെന്താ ഗൈസ്, നമുക്കാണോ വീഡിയോ അതിൻ്റെ പേരാരാ. ബൈ ബൈ, ലവ് യു ആൾ, ലവ് യു. നിങ്ങൾക്ക് ഏത് നാളെ 3 സിറ്റി ഉണ്ട്. EMRP ഉണ്ട്, കരിക്കുണ്ട്, പിന്നെ ഈ സിറ്റി ഉണ്ട്. ഈ സിറ്റി തന്നെ കളിക്കാനാണെങ്കിൽ ഈ സിറ്റി എന്ന് പറയണം, അല്ലെങ്കിൽ കരിക്ക് കളിക്കാനാണെങ്കിൽ KXRP എന്ന് പറയണം, അല്ലെങ്കിൽ EMRP എന്ന് പറയണം. ക്ലബായിട്ട് കളിക്കണ KSRPയിലാണ്, KXRP. അപ്പൊ അപ്പൊ ഞാൻ അവിടെ കയറണം. അവിടെ ലെവൽ 2 ആയി. അപ്പൊ എനിക്ക് മറ്റേ ക്ലബിന്റെ ഇൻവൈറ്റ് വേണം. ലീഡർ എന്നുള്ള ഇൻവൈറ്റ് കിട്ടിയിട്ടില്ല എനിക്ക്. 2 ലെവൽ അല്ലാത്തോണ്ട്. അപ്പൊ അത് പോയി ഒന്ന് സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് തന്നെ ഇറങ്ങാം. വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ. യെസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാട്ടാ. അതൊക്കെ പറ. പിന്നെ മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. നിങ്ങളിങ്ങനെ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് ചാനലിൽ ഇനി വീഡിയോ ഇടാനൊക്കെ തോന്നുള്ളൂ. ഇത്രയും ഡിലേ ആവാൻ കാരണം എന്താ, നിങ്ങൾ ആരും സബ് അടിക്കണല്ലോ, ഒന്നും ചെയ്യണില്ല. ഞാൻ ചുമ്മാ കാണാൻ വേണ്ടി വീഡിയോ ഇടണ പോലെ ആയിപ്പോയി. അപ്പൊ എനിക്ക് ഇടാനും മടിയാവും. മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ മറ്റേ ഇത് ഈ എന്താ ഇതിനെ പറയണേ, നമ്മള് എന്തിലവിടെ. എന്നാ ശരി ഗൈസ്, ബൈ 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 ബൈ, ലവ് യു. പറഞ്ഞോലൊക്കെ ഒന്ന് ചെയ്യട്ടാ, സബ്ബൊക്കെ അടിക്ക്. എന്നാലേ എനിക്ക് ഇനി വീഡിയോ ഇടാനൊക്കെ തോന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെയും ഡിലേ ആക്കും വീഡിയോ ഒക്കെ ഇടാൻ. ശരി, ബൈ ബൈ ബൈ, ലവ് യു ആൾ.